കരങ്ങളിരിക്കുന്ന വിശുദ്ധ ബൈബിൾ തുറക്കാം. 1 ശമൂവേൽ പ്രവാചക പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചന ഭാഗത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി ഞാൻ തിരിക്കുകയാണ്. നിങ്ങളുടെ ബൈബിൾ തുറന്നാട്ട്. സ്തോത്രം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായും എത്തിപ്പിടിക്കും. അടുത്തത്, സകലതും വീണ്ടും കൊള്ളും എന്നും അരുളപ്പാടുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. 1-2 വാക്കുകൾ, ചില ദൂതുകൾ പറഞ്ഞ് വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധി നിങ്ങളായിരുന്നാട്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ഇതുവരെ കടന്നു പോകാത്ത നിലയിലുള്ള പ്രതിസന്ധിയുടെ ദിനങ്ങളാണ് ഈ 30-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായ ദാവീദ് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെടുകയാ. താൻ മാത്രമല്ല, തന്നോട് കൂടെ ഉള്ളവരും തനിക്കെതിരായി. സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. കുനിഞ്ഞിരിക്കാതെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞത് 1 ശമൂവേൽ 30-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഇത് വാക്യം വായിച്ചാൽ മതി. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ ഇനി അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചിരി. സ്തോത്രം. ഈ സിക്ലാഗ് എന്ന് പറയുന്ന ദാവീദിന്റെ പട്ടണം, സ്തോത്രം, അമാല്യക്ക ശക്തികൾ വന്ന് ആക്രമിച്ചു, അതിനെ ജയിച്ചു എന്നാണ് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ആ ജയിക്കുക മാത്രമല്ല, ആ പട്ടണത്തിലുള്ളത് സകലതും ശത്രു അപഹരിച്ചു കൊണ്ടുപോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് ദാവീദും കൂടെയുള്ളവരും ആ പട്ടണത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പരാജയത്തെക്കുറിച്ച് അറിയുന്നത്. ആ വലിയ പരാജയം പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയും, ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്ത് ചെയ്യണമെന്നത് എനിക്കറിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ദാവീദ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞേ. ഉച്ചത്തിൽ വാവിട്ട് കരയാൻ തുടങ്ങി. അഭിഷേകമുള്ളവൻ, നിയോഗമുള്ളവൻ, ഇസ്രായേൽ 2ാമത്തെ രാജാവായി സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകത്തിന് തൈലം വീണവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചില പ്രശ്നത്തിന് നടുവിൽ നിലവിളിക്കുകയാ. ഇന്ന് രാത്രി 2024 അവസാനത്തെ രാത്രി ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയുക. നിലവിളിക്കുന്ന നിന്നെ 2025 ആരംഭത്തിൽ എന്റെ ദൈവത്തിന്റെ കരം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കണ്ണുനീര് തുടച്ച് നീ കരയണ്ട എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് കൈമാറാൻ പോകുകയാ. ബലമില്ലാതാകുവോളം രാത്രിയുടെ യാമങ്ങളെ പകല് പോലെയാക്കി നീ നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം ഇന്ന് രാത്രി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് പ്രവചിക്കാൻ ദൂത് പറയുക. നിന്റെ കരച്ചിലിന് മറുപടി, നിന്റെ കണ്ണുനീരിന്റെ മറുപടി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രി വെളിപ്പെടുവാൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, തോൽവി നിമിത്തം കരയുന്ന ചിലര് ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാ. എന്ത് ചെയ്യണമെന്ന് നിനക്കറിയത്തില്ല, ചെയ്യുവാനുള്ള കരുത്ത് നിനക്കില്ല, ബലമില്ലാതാകുവോളം ഈ ദിവസങ്ങളിൽ നീ കരയുകയാ. പക്ഷെ ഇന്ന് രാത്രിയിൽ നിന്നെ ആത്മാവ് ബലപ്പെടുത്താൻ പോകുകയാ, നിന്നെ ആത്മാവ് ശക്തീകരിക്കാൻ പോകുകയാ. നീ അറിയാത്തൊരു ദൈവമഹത്വം, നീ അറിയാത്തൊരു അഭിഷേകം, നീ അറിയാത്തൊരു ദൈവകൃപ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ എന്റെ ദൈവം കൈമാറാൻ പോകുകയാ. ചിലത് തിരിയുന്ന രാത്രിയാ, ചിലര് തിരിയുന്ന രാത്രിയാ. കരച്ചിലിന്റെ അനുഭവത്തെ വിട്ട്, കണ്ണുനീരിന്റെ അനുഭവത്തെ വിട്ട് നീ തിരിയുന്ന രാത്രിയായതെന്ന് ഈ രാത്രി ദൈവം പ്രവചിക്കുകയാ. 2024 നീ ഒത്തിരി കരഞ്ഞു.
എന്തു ചെയ്യണമെന്ന് നിനക്കറിയാതെ ബലമില്ലാതാകുവോളം മറ്റുള്ളവർ കേൾക്ക ഉച്ചത്തിൽ നീ കരഞ്ഞു. നിന്റെ കരച്ചിലിന്റെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി അവൻ നിന്നോട് പറയാനൊരു ദൂതുണ്ട്. കരയണ്ട, നീ കരയണ്ട, നീ കരയണ്ട. കരയണ്ട എന്ന് മാത്രമല്ല, ചില വിഷയത്തെ ഇന്ന് രാത്രിയല്ല ദൈവം തൊടാൻ പോകുകയാ. ചുമക്കുന്നവർ നിൽക്കത്തക്ക വിധത്തിൽ, നിന്റെ വിഷയത്തെ ചുമക്കുന്നവർ നിൽക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ദൂത് വിശ്വസിച്ചോ. എന്റെ ദൈവത്തിന്റെ കരം നിന്റെ ചില വിഷയത്തെ ഈ 2024 31 രാത്രിയില് എന്റെ ദൈവം തൊടുകയാ. ഈ 31 രാത്രിയില് എന്റെ ദൈവം നിന്റെ വിഷയത്തെ തൊടുകയാ. ചില മിനിറ്റുകൾ രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് അഭിഷേകത്തിന്റെ അസാധാരണമായ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുകയാ. നീ ആൾ മാറിയവനെ പോലെയാകാൻ പോകുകയാ. നീ ആൾ മാറിയവളെ പോലെയാകാൻ പോകുകയാ. കാരണം നിന്റെ മേൽ അഭിഷേകം ഈ രാത്രി ചലിക്കുകയാ. ഓ ഓ ഓ ഓ റബാ ബാബാ റിഖാ ബാബാ 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 റിഖാരാ ബാബാ ബാബാ റിഖാരാമാന റിഥാരാ ബാബാ 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 സൈഡബലഗടഗരഗന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കൂടെ നിൽക്കുന്നവർ പോലും ദാവീദിനെതിരായി. എന്താണ് കാരണം എന്ന് വെച്ചാൽ, തങ്ങളുടെ ഭാര്യമാരെ, കുഞ്ഞുങ്ങളെ, തങ്ങളുടെ നന്മകളെ ഓർത്തപ്പോൾ അവർ ദാവീദിനെ മറന്നിട്ട് അവർ ദാവീദിനെതിരായി. സെയിം ഒരേ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാ. ഒരേ ഇടത്ത് പോയിട്ട് ഒരുമിച്ച് മടങ്ങി വന്നതാ. മടങ്ങി വന്നപ്പോൾ സംഭവിച്ച ഈ കാര്യത്തിന് ദാവീദ് ഒരിക്കലും ഉത്തരവാദിയല്ല. പക്ഷെ ഇവിടെ കുറ്റാരോപിതനായി തന്നെ കല്ലെറിയുവാൻ തൻ്റെ കൂടെ നിന്ന ഒരു കൂട്ടം തയ്യാറാകുമ്പോൾ ശ്രദ്ധിച്ചോണം, ദാവീദ് ടേൺ ചെയ്യുക, തിരിയുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാ, കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്. നീ എഴുന്നേൽക്കാൻ സമയമായി, നീ ചലിക്കാൻ സമയമായി, നീ മാറി ചിന്തിക്കാൻ സമയമായി. ഇന്ന് രാത്രി ആത്മനിയോഗത്തിലേക്ക് ചെല്ല്, അഭിഷേകത്തിലേക്ക് നീ ചെല്ല്. നീ ദൈവത്തോട് ആലോചന ചോദിക്ക്. ദൈവ ശബ്ദത്തിന് വേണ്ടി ഇന്ന് രാത്രി നീ മുട്ടുമടക്ക്, നിന്നോട് സംസാരിക്കാൻ, നിന്റെ വിഷയത്തെ തൊട്ട് സംസാരിക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന് ശക്തി ഉണ്ടെന്നേ. എന്റെ ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വചനം പറയുക. അബ്യാഥാർ പുരോഹിതനോട് ദാവീദ് പറയുക, ഏഫോദ് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ പുരോഹിതനോട് താൻ ചോദിച്ചു എന്നല്ല, ഞാൻ എന്ത് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യനോടല്ല ഈ ദിവസങ്ങളിൽ ആലോചന ചോദിക്കേണ്ടത്. ആലോചന പറഞ്ഞു തരാൻ ശക്തനായ ഒരു വ്യക്തി നിനക്ക് ഉയരത്തിലുണ്ട്. നീ പോകേണ്ടുന്ന വഴി, 2025 നീ പോകേണ്ടുന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരൂ. നീ പോകേണ്ടുന്ന വഴി അവൻ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുകയാ. നിനക്ക് വഴി തെറ്റത്തില്ല, നീ വഴിയിൽ തളരത്തില്ല, നീ വഴിയിൽ പരാജയപ്പെടത്തില്ല. നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുന്ന ദൈവം ഇന്ന് രാത്രി വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുമ്പോൾ വിശ്വസിക്കുന്നവര് അധരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി ആമേൻ പറ. യേശുവിൻ നാമത്തില്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ.
ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന സന്ദേശം 2024 നമ്മൾ പറഞ്ഞയക്കുമ്പോൾ തന്നെ 2025 വരവേൽക്കുന്ന സന്ദേശമാണ്. ശ്രദ്ധിച്ചോണം. അപ്പൊ 2 ദൂതുകൾ ഇന്ന് രാത്രി പിടിച്ചോണം. യെസ്, കരഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് തന്റെ നേരെ കല്ലുകൾ എറിയുവാൻ തന്റെ കൂടെയുള്ള ജനം തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. സ്തോത്രം പറഞ്ഞേ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. അടുത്തിരിക്കുന്ന കരവന്ന് പിടിച്ചു പറ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കണം. എല്ലാ നാളും കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കരുത്. എല്ലാ നാളും നിലവിളിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത്. ബലമില്ലാതാകുമ്പോൾ കരയുന്നത് മതി. ഓ, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുകയെ കേട്ടോ. 2025 ചിലർ കരച്ചിൽ വിട്ട് സാന്നിധ്യത്തിലേക്ക് കയറാൻ പോകുകയാ. ചിലർ കരച്ചിൽ വിട്ട് അഭിഷേകത്തിലേക്ക് കയറാൻ പോകുകയാ. ചിലർ കരച്ചിൽ വിട്ട് ദൈവശക്തിയിലേക്ക്, ദൈവ കൃപയിലേക്ക്, ദൈവ മഹത്വത്തിലേക്ക് 2025 കയറാൻ പോകുകയാ. തോറ്റുകൊടുക്കരുത്, 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 തോറ്റുകൊടുക്കരുത്. യേശുവിന്റെ നാമത്തിൽ. വേണമെങ്കിൽ ഒരാളെ വിട്ട് ദാവീദിന് അബിയാഥാർ പുരോഹിതനോട് ചോദിക്കാം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ പ്രതികൂലത്തിന് നടുവിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? പക്ഷെ ദാവീദിന് ഒരു ഉറപ്പുണ്ട്, അബിയാഥാർ പുരോഹിതനോട് സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നതാ. എത്ര പേർക്ക് മനസ്സിലായി ഇന്ന് രാത്രിയിൽ? മറ്റൊരാൾ നിന്റെ കാര്യം അന്വേഷിച്ച് വന്നു പറയുന്നതിൽ നല്ലത് ദൈവത്തിന്റെ ശബ്ദം ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുകയാ. നിന്റെ കാതിൽ തന്നെ ഉറപ്പോടെ ചില ദൂതുകൾ കേൾക്കാൻ പോകുകയാ. ചില പ്രതിസന്ധിക്കകത്ത്, ചില പ്രതികൂലത്തിന്റെ അകത്ത് നീ എന്ത് ചെയ്യണമെന്ന് ഇന്ന് രാത്രിയിൽ നിന്നോട് പറയാൻ അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുകയാ. മറ്റുള്ളവരെ ആശ്രയിച്ച സീസൺ കഴിഞ്ഞു. മറ്റുള്ളവന്റെ മുമ്പിൽ മുട്ടുമടക്കിയ സീസൺ കഴിഞ്ഞു. മറ്റുള്ളവന്റെ വാക്കിന് ചെവി കൊടുത്ത സീസൺ കഴിഞ്ഞു. 2025 ദൈവം നമുക്ക് ശേഷിപ്പിക്കുകയാണെങ്കിൽ ഡയറക്റ്റായി കർത്താവിൽ നിന്ന് പ്രാപിക്കത്തക്ക നിലവാരത്തിൽ, കർത്താവിൽ നിന്ന് കേൾക്കത്തക്ക നിലവാരത്തിൽ നീ ഇതുവരെ കാണാത്ത ഒരു ദൈവിക അഭിഷേകം എന്റെ ദൈവം നിന്റെ മേൽ കൈമാറുമെന്ന്. ചൂടമാന വൈടമാന വൈടകൽക്കമാന ഹന്തൽക്കവന കടകരകന ഹടകരകനകടക ദുരബലബലബലബലബ ശൈഡബലബലബലബ. മറ്റൊരു വ്യക്തി നിന്റെ ദൂതു കേട്ട് പറഞ്ഞ ചരിത്രങ്ങൾ വഴിമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പുരോഹിതനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ദാവീദിന് ഒന്നറിയാം, എൻ്റെ മേൽ അഭിഷേകം, രാജകീയ അഭിഷേകം ഉണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. 2025 നിന്റെ രാജകീയ അഭിഷേകം തെളിയാൻ പോകുകയാ. നിന്റെ രാജകീയ അഭിഷേകം തെളിയാൻ പോകുകയാ. നിന്റെ നിലവിളിക്ക് മറുപടി എന്നോണോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണോ, നിന്റെ കരച്ചിലിന് മറുപടി എന്നോണോ ഇന്ന് രാത്രി സ്വർഗം പറയുക, എന്റെ ദൈവത്തിന്റെ മഹത്വം നിന്റെ കാതിൽ കേൾക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ വർഷമായി എന്റെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാ. ഒരു ജനറേഷൻ ദൈവത്തെ ആശ്രയിക്കും. ആ ജനറേഷനോട് ദൈവം സംസാരിക്കും. പ്രതിസന്ധിയുടെ നടുവിൽ കരഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് തന്നെ കല്ലെറിയുവാൻ ഭാവിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ താൻ ഉറക്ക വേഗത്തിൽ പറയുക, ആ ഏഫോദ് എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. എട്ടാമത്തെ വാക്യം അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹലോ, ഉറക്കെ ആമേൻ പറയാമോ? ചില തോൽവിയുടെ കാരണം നീ സാന്നിധ്യത്തിൽ നിൽക്കാത്തതാ. എത്ര പേർക്ക് മനസ്സിലായി? നീ ചോദിച്ചില്ലേ, എന്താ ദൈവമേ എന്നോട് മണ്ടാത്തത്?
എന്താ ദൈവമേ എന്നോടൊന്നും പറയാത്തത്? നിനക്ക് ഈ പ്രശ്നത്തിന് നടുവിൽ എന്നോടൊന്നും പറയാനില്ലേ? എന്താ ഒരു വാക്ക് പോലും നീ ഉരിയാടുന്നില്ലല്ലോ? ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. സാന്നിധ്യത്തിൽ കയറാതെ ഞാൻ ഇവിടെ ഇരുന്ന് എത്ര ബലമില്ലാതാകുവോളം കരഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. പക്ഷെ അവൻ വിളിച്ചു പറയുക, ഏഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഏഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഏഫോദ് ദാവീദിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ദാവീദ് യഹോവയോട് ചോദിക്കുകയാ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? സെബീര് ദിവസങ്ങൾ 3 കഴിഞ്ഞു. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞേ. 30-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കി എന്താ ഇരിക്കുന്നത് കണ്ടോ? 3-ാം ദിവസം. എത്ര ദിവസം കഴിഞ്ഞു? 3-ാമത്തെ ദിവസമായി. സ്തോത്രം. 3-ാമത്തെ ദിവസമായി. 3-ാമത്തെ ദിവസം വന്നപ്പോഴാണ് ദാവീദും കൂടെ ഉള്ളവരും കരയുവാൻ ബലമില്ലാതാകുവോളം അവിടെ കരഞ്ഞത്. സ്തോത്രം. അപ്പോൾ ചില ദിവസങ്ങളായി തൻ്റെ നന്മകളെ ശത്രു അപഹരിച്ചത്. പക്ഷേ ദാവീദ് ദൈവത്തോട് ചോദിക്കുക, യഹോവയായ ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? അടുത്തത്, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. എന്താ? യെസ്, അവർ എന്നേക്കാൾ വളരെ ദൂരത്തിലാണ്, എന്നേക്കാൾ വളരെ അകലത്തിലാണ്. എനിക്കവരെ കീഴ്പ്പെടുത്താൻ കഴിയുമോ? എനിക്കവരെ ജയിക്കാൻ കഴിയുമോ? കാരണം അവർ പോയ വഴി എനിക്കറിയത്തില്ല. അവർ കരുത്തുള്ളവരാണ്, അവർ ശക്തന്മാരാണ്. ഞങ്ങൾക്കോ ബലമില്ല, ഞങ്ങൾക്കോ ശക്തിയില്ല. എന്നോടൊപ്പമുള്ളവരോ എനിക്കെതിരായി നിൽക്കുകയാ. പക്ഷെ സർവശക്തനായ ദൈവം ദാവീദിനോട് പറയുക, പിന്തുടരുക. ഉറക്കെ ആമേൻ പറഞ്ഞേ. പിന്തുടരുകയാ, പിന്തുടരുക, പിന്തുടരുകയാ. ദിവസങ്ങൾ വിഷയമല്ല. കേൾക്കുന്നുണ്ടോ? ശത്രുവിന്റെ ശക്തി വിഷയമല്ല, വഴി അറിയാത്തത് വിഷയമല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ചില തോൽവികളെ എന്റെ ദൈവം ജയമാക്കാൻ പോകുകയാ. ശത്രുവിനെ പിന്തുടരുവാൻ ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ളവരോട് ആത്മാവ് പ്രവചിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നീ ഇരുന്നതു മതി, നീ കരഞ്ഞതു മതി, നീ നിലവിളിച്ചതു മതി. ഇന്ന് രാത്രിയിൽ നീ എഴുന്നേൽക്കുവാൻ ആത്മാവിൽ തയ്യാറാണെങ്കിൽ ചിലതിനെ കീഴ്പ്പെടുത്തുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. 2024 ചില തോൽവികൾ നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. 2024 ചില പരാജയങ്ങളെ നീ തിരിച്ചു പിടിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തില് 2024 നിന്റെ കുടുംബത്തിൽ അപഹരിക്കപ്പെട്ടത്, നിന്റെ വാഗ്ദത്തം അപഹരിക്കപ്പെട്ടത്, നിന്റെ തലമുറയിൽ അപഹരിക്കപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ഒരു നിയോഗത്തെ, ഒരു അഭിഷേകത്തെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്ഷീണിച്ചിരിക്കത്തില്ല, ഞാനിനി തളർന്നിരിക്കത്തില്ല, ഞാനിനി നിലവിളിച്ചുകൊണ്ടിരിക്കത്തില്ല. കാര്യം എന്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ ആ ശക്തികളെ പിന്തുടരുക, പിന്തുടരുക. അടുത്തെന്നറിയാമോ? എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്തുടരുക. അടുത്തത്, നീ അവരെ നിശ്ചയമായും, നീ അവരെ, ഉറക്കെ പറ, ഉറക്കെ പറ. ഇത് മൂന്നാമതൊരാള് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് വന്നു പറഞ്ഞാൽ നിന്റെ അകത്ത് അത്രയും വിശ്വാസം വരത്തില്ല. പക്ഷെ ഡയറക്റ്റായി ദൈവം നിന്നോട് പറയുക, നിശ്ചയമായി, ഉറക്കെ 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 ഉറക്കെ, നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു 2025 എന്റെ ദൈവ ചിലർക്ക് ശക്തിയേറിയ ഉറപ്പ് നൽകാൻ പോകുകയാ. നീ ചിലതിനെ ജയിക്കുന്ന വർഷമോ, നീ ചിലതിനെ കീഴടക്കുന്ന വർഷമോ, നീ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന വർഷമോ. കാര്യം എന്റെ ദൈവം അത് ചെയ്യാൻ പോകുകയാ.
കരമടിക്കുന്നെങ്കിൽ ശക്തിയോടൊരു നിമിഷം അടിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുകയാ. നീ തോൽക്കുമെന്നല്ല, നീ തകരുമെന്നല്ല, നീ തീർന്നുവെന്നല്ല, നിശ്ചയമായി ജയിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വളരെ സംശയമുണ്ട്. ഹലോ, പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാം, നിന്നോടൊരു പുരോഹിതനല്ല ഈ വാക്കു പറയുന്നത്, സർവശക്തനായ ദൈവം. വാക്കു പറഞ്ഞിട്ട് മാറാത്തവൻ, വാഗ്ദത്തം ചെയ്തിട്ട് മാറാത്തവൻ ഇന്ന് രാത്രി നിന്നോട് പറയാ, നീ നിശ്ചയമായും ശത്രുവിന്റെ വലിപ്പം കണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി പേടിച്ചിരിക്കുന്നുണ്ടോ? അയ്യോ, എന്റെ സീസൺ മുഴുവനും നഷ്ടപ്പെട്ടു, അയ്യോ എന്റെ സമയം മുഴുവനും നഷ്ടപ്പെട്ടു, എന്റെ എല്ലാം ശത്രു കൊണ്ടുപോയി. നോ 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 നോ. ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നത്, നിനക്ക് തിരിച്ചു വരവുണ്ട്, നിന്റെ കുടുംബത്തിന് തിരിച്ചു വരവുണ്ട്, നിന്റെ തലമുറയ്ക്ക് ഒരു മടങ്ങി വരവുണ്ട്, നിന്റെ ലൈഫിനെ എന്റെ ദൈവം തിരിക്കാൻ പോകുകയാ. എന്റെ ദൈവത്തിന്റെ കരമോ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നെങ്കിൽ ആധാരങ്ങൾ തുറന്ന് ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം ചിലത് ചെയ്യുക ഇന്ന് രാത്രിയിൽ. നിശ്ചയമായി നീ അവരെ എത്തിപ്പിടിക്കും. എടുത്തത് സകലതും വീണ്ടെടുത്ത് കൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ചോ. 2025 നിന്റെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായി ആമേൻ പറഞ്ഞോ. ദൂതാമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. നീ ഡയറക്റ്റായി കേൾക്കാൻ പോകുകയാ. ഓ ശാബാബാബാരാധാരമാന വൈഡമാന ഹന്തൽ കമന ഘടകരകര. 2024 പോലെയല്ല 25, 2023 പോലെയല്ല 25. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു ദൂത് പറയുക, നിന്റെ സീസണുകൾ മാറാൻ പോകുകയാ. ദൈവ ശബ്ദം നീ കേൾക്കാൻ പോകുകയാ. നിന്നെ തളർത്തുന്ന വാക്കുകളല്ല. എത്ര പേര് ആമേൻ പറയുന്നു? എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയുന്നു? എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയുന്നു? നിന്നെ തളർത്തുവാനല്ല, നിന്നെ ക്ഷീണിപ്പിക്കുവാനല്ല, നിന്നെ ഒതുക്കുവാനല്ലെന്നേ. ശാന്തൽ കമല ഘടക റിഗൽ കമല ഘടക അടകരകന ഘടക ദൂരവന ഘടക ഇവൽ കമല ഘടകരകന. ഇന്ന് രാത്രി വിശ്വസിക്ക്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ടവരെ. അബിയാഥാർ പുരോഹിതനെ ദാവീദിന് ബഹുമാനമുണ്ട്. ഹലോ, ദൈവത്തിന്റെ പുരോഹിതന്മാരെയും ദൈവത്തിന്റെ ആലയത്തെയും ദൈവിക ശുശ്രൂഷകളെയും എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ദാവീദ്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുമ്പോൾ ഒരു പക്ഷേ അബ്യാഥാർ പുരോഹിതന് ഈ ദൂത് പറയാൻ കഴിയണമെന്നില്ല. എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? ഇപ്പം സ്റ്റാൻലി കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാമെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ വന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ദൂത് പറയാൻ ദൈവം എന്നോട് പറഞ്ഞാലും ആ സിറ്റുവേഷൻസ് ഞാൻ നോക്കുമ്പോൾ അതൊരിക്കലും പറയാൻ എനിക്ക് കഴിയത്തില്ല. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു, ശത്രു മുഴുവനും കൊണ്ടുപോയി. അമാലേക്കിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവർ തൊട്ടത് കൊണ്ടുപോകും. കേൾക്കുന്നുണ്ടോ? അമര് പരക്കും. സ്വോത്രം പറ, ശരിക്കും സ്വോത്രം പറ, ശരിക്കും സ്വോത്രം പറയുന്നേ. ഒരു വല്ലാത്ത കെട്ടാത് സ്വോത്രം. അതിനെ പിന്തുടർന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. മാനുഷികമായി അവിടെ ഒരു ദൂത് പറയാൻ ശ്രമിച്ചാൽ ഈ ദൂത് അവിടെ വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇന്ന് രാത്രി ഒന്നെനിക്കറിയാം, പുരോഹിതനെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഡയറക്റ്റായി ദൈവം എന്നോട് സംസാരിക്കണേ എന്ന്. ഹലോ ഹലോ ഹലോ, എത്ര പേരെ കേൾക്കുന്നുണ്ട്? ചില തോൽവിക്കകത്ത് നീ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ? ദൈവം എന്നോട് സംസാരിക്കുമോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ദാവീദ് ഇവിടെ പുരോഹിതനോട് പറയുകയാണ് ആലോചന വല്ലതും ഉണ്ടോന്ന് നോക്കാൻ. കാര്യം ദാവീദിന് പ്രാഗൽഭ്യമില്ലെന്നൊക്കെ നമ്മൾ പറയും, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഈ തോൽവിയുടെ നടുവിലും ദാവീദിന് നല്ല പ്രാഗൽഭ്യമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി?
ഞാൻ ദൈവത്തിന്റെ വഴി വിട്ടിട്ടില്ല, ഞാൻ ദൈവത്തിന്റെ ഹിതം വിട്ടിട്ടില്ല, ഞാൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല, ഞാൻ ദൈവഹിതത്തിന് വ്യതിചലിച്ചിട്ടില്ല. ആ പ്രാഗൽഭ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ, ആ പ്രാഗൽഭ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ, ഇനി ആരൊക്കെ നിന്നെ വിരൽ ചൂണ്ടിയാലും, നിന്റെ കൂടെയുള്ളവർ കല്ലെറിയാൻ ഭാവിച്ചാലും, ഇന്ന് രാത്രി നീ ഭയപ്പെടരുത്. നിന്നോട് സംസാരിക്കുന്ന ദൈവമോ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കുള്ള പ്രാഗൽഭ്യമോ. യെസ് 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 യെസ്. മനസ്സിലായോ? മനസ്സിലായോ? ഇന്ന് രാത്രി ആമേൻ പറഞ്ഞോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, തന്നെ കല്ലെറിയുവാൻ നിൽക്കുന്ന ഒരു കൂട്ടത്തിലെ നടുവിൽ ദൈവം ഡയറക്റ്റായി ദാവീദിനോട് സംസാരിക്കുന്നു. നീ പിന്തുടരുക, നീ ജയിക്കും. ശ്രദ്ധിച്ചോണം, ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. ആ ഒറ്റ ദൂത് കേട്ട ദാവീദും കൂടെ ഉള്ളവരും പുറപ്പെട്ടു. ശ്രദ്ധിച്ചോണം, പുറപ്പെട്ടിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കാണാം, നിങ്ങൾക്കറിയാം, വീട്ടിൽ പോയി വായിച്ചാൽ മതി, വഴിയിൽ ഇതാ ഒരു ബാലകനെ അവർക്ക് കണ്ടുകിട്ടുക. ശ്രദ്ധിക്കുന്നുണ്ടോ? 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 അവന് ഭക്ഷണം കൊടുത്തു, അവന് വെള്ളം കൊടുത്തു, അവൻ ആഹാരം കൊടുത്തു, അവന് നല്ല മുന്തിരി അടയും ഒക്കെ കൊടുത്തപ്പം ഇവനൊന്ന് ഉഷാറായി. ഹലോ, ഇവനോട് ദാവീദ് ചോദിച്ചു, നീ എവിടുത്തുകാരനാ? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രയീമിനാ. നീ എങ്ങനെ ഇവിടെ വന്നത്? അവൻ പറയാം, 3 ദിവസത്തിന് മുമ്പേ എനിക്കൊരു കഠിന രോഗം വന്നു. കേൾക്കുന്നുണ്ടോ? എൻ്റെ യജമാനൻ ചിന്തിച്ചു ഞാൻ മരിച്ചു പോകും എന്ന് ചിന്തിച്ച് എനിക്ക് ആഹാരവും വെള്ളം തരാതെ എന്നെ ഈ വഴിയിൽ ഉപേക്ഷിച്ചു പോയി. കേൾക്കുന്നുണ്ടോ? ഉപേക്ഷിച്ചു പോയി, ഉപേക്ഷിച്ചു പോയി. ദാവീദ് പറയുക, ആ പരിശയുടെ അടുക്കിലേക്ക് പോകാൻ നീ ഞങ്ങൾക്ക് വഴി ഒന്ന് കാണിക്കാമോ? ഹലോ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, നീ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ, നീ നിലവിളിക്കുന്നതിന് മുമ്പേ നിനക്ക് വഴി കാണിച്ചു തരാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ചലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറ. ചിലത് വഴിയിൽ വീണ് കിടക്കുകയാ, ചിലത് വഴിയിൽ വീണ് കിടക്കുകയാ. നിന്റെ വരവും കാത്ത്, ഓ ശബന നിന്റെ വരവും കാത്ത്, ദാവീദേ നിന്റെ വരവും കാത്ത് ഇതാ ഒരുവൻ വഴിയിൽ കിടക്കുകയാ. അല്ല, മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാൻ എന്തുകൊണ്ടാ പറഞ്ഞത് നിശ്ചയമായി എന്ന്? എന്തുകൊണ്ടാ നിശ്ചയമായി എന്ന് പറഞ്ഞേ? ദാവീദിന്റെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത ഒരു വഴി. നിങ്ങൾ മിണ്ടുന്നില്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ദാവീദ് കാണുന്നത് താൻ കഷ്ടത്തിലായെന്നുള്ളതാ. ദാവീദ് കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ദാവീദ് കാണുന്ന കൂടെയുള്ളവർ തന്നെ കല്ലെറിയുവാൻ കല്ലെടുത്തതാ. പക്ഷെ ഇതൊക്കെ താൻ കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം, ദാവീദേ നിന്റെ നഷ്ടപ്പെട്ട നന്മയിലേക്ക് നീ എത്തിച്ചേരുവാൻ ഒരു വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും ആത്മാവ് പ്രവചിക്കുകയാ, 2024 നിനക്ക് നഷ്ടപ്പെട്ടത്, കളവ് പോയത്, നീ തോറ്റുപോയത് തിരിച്ചു പിടിക്കാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില വഴികളെ കരമടിച്ച നാമേ പറഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന് പരിശുദ്ധമ പറയുക, നിന്റെ മുന്നിൽ വാതിലുകൾ തുറക്കാൻ പോകുകയാ, നിന്റെ മുന്നിൽ വഴികൾ തുറക്കാൻ പോകുകയാ, നീ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാ. അസാധാരണമായ ദൈവപ്രവൃത്തിയെ യെസ് 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 ശബര ഹന്തര റിഗലഗടഗരഗല. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയാൻ പ്രിയപ്പെട്ടവരെ, വലിയ കഷ്ടത്തിലായ നിനക്ക്, ബലമില്ലാതാകുവോളം കരഞ്ഞ നിനക്ക്,
കൂടെയുള്ളവർ കല്ലെറിയുവാൻ കല്ലെടുത്ത നിനക്ക് വേണ്ടി 2025 ഇതുവരെ കാണാത്ത ചില ഡോറുകൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞു. ചിലത് ദൈവം ചെയ്തു കഴിഞ്ഞു. എന്റെ ദൈവം ചിലത് ചെയ്തു കഴിഞ്ഞു. ഈ ദൂത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുകയാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അത് കണ്ണ് കണ്ടിട്ടില്ല, അത് ചെവി കേട്ടിട്ടില്ല. വിശ്വസിക്ക, 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 വിശ്വസിക്ക. എന്റെ ദൈവം നിനക്ക് വേണ്ടി, എന്റെ ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാവീദിന് ചിലയിടങ്ങളിൽ എത്തിച്ചേരണം. ആമേൻ പറയാമോ? എവിടെയെന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യമാരും തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ നന്മകളും അപഹരിച്ച് ശത്രു കൊണ്ടുപോയിട്ട സ്ഥലത്ത് ദാവീദിന് എത്തിച്ചേരണം. ഹലോ, പക്ഷെ വഴി അറിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? പക്ഷെ വഴി അറിയത്തില്ല. ശത്രു എവിടേക്കാണ് പോയതെന്ന് തനിക്ക് വഴി ഉറക്കെ പറ, ഉറക്കെ പറ. വഴി അറിയത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാ, ഞാൻ നിനക്ക് വഴി കാണിക്കാം, ഞാൻ നിനക്ക് വഴി കാണിക്കാം, ഞാൻ നിനക്ക് വഴി കാണിക്കാം. ചിലർ തള്ളിക്കളഞ്ഞ കല്ല് നിനക്കൊരു മൂലക്കല്ലാകാൻ പോകുക. ചിലർ തള്ളിക്കളഞ്ഞ കല്ല് നിനക്ക് മൂലക്കല്ലാകാൻ പോകുക. ചിലർ വേണ്ട എന്ന് വെച്ചത് നിന്റെ അത്ഭുതത്തിന് നിദാനമാകാൻ പോകുക. ചിലർ മറികടന്നു പോയത് നിന്റെ നന്മയ്ക്കാകാൻ പോകുക. ഓ ചൂടാരാമാന ശാന്തരാധരാധന. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഈ 2025 ചില കണ്ടുമുട്ടലുകൾ സംഭവിക്കാൻ പോവുക, ചില എൻകൗണ്ടറുകൾ. വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിൽ ചില എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോവുക. രണ്ടു വശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെ, പാലം പോലെ 2025 വിശ്വസിച്ചോ. നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ കാണാത്ത, നിന്റെ ലൈഫിൽ ഇതുവരെ നീ കാണാത്ത ഈ രാത്രി ഞാൻ ദൈവസഭയോട് പ്രവചിക്കുകയാ. 2025 അത് ഏനാത്ത ദൈവസഭയുടെ വർഷമാ. അത് പ്രൈസ് സിറ്റി ചർച്ചിന്റെ വർഷമാ. ദൈവ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന വർഷമാ. ജനം പുറത്തു വരുന്ന വർഷമാ. ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന വർഷമാ. ഓ ചൂടമാന വൈഡമാന റീമാനാന ഹത്തരാധരാധന. പുറപ്പെടാൻ കർത്താവ് പറഞ്ഞു, നീ ഇനി ഒന്നും നോക്കണ്ട, നീ പുറപ്പെട്ടാ മതി. ദൈവം നിന്നോട് പറഞ്ഞു നീ ഇറങ്ങാൻ, നീ നടക്കാനാ പറഞ്ഞത്. നീ പോകേണ്ടുന്ന വഴി അവൻ നിനക്ക് കാണിച്ചു തരും, അവൻ നിനക്ക് കാണിച്ചു തരും. ഇന്ന് വൈകിയവളൻ ദൈവനോട് പറഞ്ഞു, മോനെ ചിലർ തള്ളിക്കളഞ്ഞ, ശ്രദ്ധിക്കുന്നുണ്ടോ, ഒരു മിസ്രൈമൻ. ഹലോ, അവനെ എങ്ങനെ രോഗിയാക്കിയത്? അവനെ എന്തിനാണ് അവന്റെ യജമാന വഴി തള്ളിയത്? നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ചിലത് വഴി കാത്തിരിക്കുക, ചിലത് വഴി കാത്തിരിക്കുക. അത് റൂട്ട് പറഞ്ഞു തരും. ഓ വഴി പറഞ്ഞു തരും. ഓ നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ കയറാൻ, യെസ്, നിന്റെ അത്ഭുതത്തിലേക്ക് നീ കയറാൻ, നിന്റെ വിടുതലിലേക്ക് നീ കയറാൻ, നിന്റെ അനുഗ്രഹത്തിലേക്ക് നീ കയറാൻ, നിനക്ക് വഴി പറഞ്ഞു തരാൻ. ഓ ഓ ഓ ഓ ഓ ഈ മിസ്രൈമിൽ ജീവിക്കുമെന്ന് തന്റെ യജമാനൊരു പ്രതീക്ഷയുമില്ല. ഇവൻ മരിച്ചു പോകേണ്ടതാ. പക്ഷെ ഒന്നെനിക്കറിയാം, ദാവീദേ, നിനക്ക് വേണ്ടി അവനെ എൻ്റെ ദൈവം സൂക്ഷിച്ചു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചു. 2025 പലരും ഉപേക്ഷിച്ചത് നിനക്കൊരു ഓപ്പണിംഗ് ആകാൻ പോവാ. പലരും തള്ളിക്കളഞ്ഞത് നിന്റെ കരങ്ങളിൽ കൂടെ അത്ഭുതമാകാൻ പോവുക. ഞാൻ ആത്മാവിൽ കണ്ടിന്ന് രാത്രി പ്രവചിക്കേതൂത്. നിന്റെ കരച്ചിലിന് മറുപടി ഉണ്ടോ? നിന്റെ നിലവിളിക്ക് മറുപടി ഉണ്ടോ?
നിന്നോട് ദൈവം സംസാരിച്ചത് വാസ്തവമാണോ? നീ കേട്ട ദൈവ ശബ്ദത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടോ? ഉണ്ട് എന്ന് എന്റെ ദൈവം തെളിയിക്കുന്ന വർഷമാ 2025. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഉറക്കെ ആമേൻ, ആമേൻ. 24 നമ്മളെ വിട്ട് കടന്നു പോകുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഒത്തിരി കാത്തിരുന്നു, ഒത്തിരി നോക്കിയിരുന്നു ആ വാഗ്ദത്തങ്ങൾ വരുമെന്ന്. പക്ഷെ വന്നു കാണത്തില്ല. പക്ഷെ നിരാശപ്പെടരുത്. ഇന്ന് രാത്രി ഒന്ന് ഞാൻ പറയാം, എന്താണ് തോൽവിയുടെ കാരണം? അതിൻ്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശം എന്താ? അതിൽ കൂടെ ദൈവം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നേ? നമ്മുടെ അകത്ത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തുന്നത്, നമ്മുടെ അകത്തൊരു പ്രാഗൽഭ്യമുണ്ടോ? ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ആരെല്ലാം എനിക്കെതിരാണെങ്കിലും എൻ്റെ ദൈവം എന്നോട് വാസ്തവമായി സംസാരിക്കും. കണ്ണുകൾ അടച്ചേ, ഓൺലൈൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവാ. 2024 അവസാനം ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ദൂത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ പറയുന്നത്. 2025 നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ചിലരിട്ടേച്ചു പോയത്, ചിലർ തള്ളിയിട്ട് പോയത്, ചിലർ ഉപേക്ഷിച്ചിട്ട് പോയത് നിന്റെ കരങ്ങളിൽ പ്രയോജനമുള്ള ഒരായുധമായി മാറാൻ പോവാ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പ്രവചന ദൂതായി ഇന്ന് രാത്രി ഞാനിത് കൈമാറുക. ഒന്നിനെ നിസ്സാരമായി കാണരുത്, ഒന്നിനെ തള്ളിക്കളയരുത്. നീ വിശ്വസിക്ക്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാ. കാര്യം എൻ്റെ കാതിൽ കേട്ട ശബ്ദം ഒരു പുരോഹിതൻ്റെതല്ല, ഒരു പ്രവാചകൻ്റെതല്ല, ഒരു മനുഷ്യൻ്റെതല്ല. സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെ എന്നോട് പറഞ്ഞതാ. നിശ്ചയമായും നീ പിടിച്ചെടുക്കും, നീ കയറിയിരിക്കും, നീ അവിടെ എത്തിയിരിക്കും, നിന്റെ കരങ്ങളിൽ അത് വന്നിരിക്കും. ഇന്ന് രാത്രി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ ഓൺലൈനിൽ കേൾക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ചർച്ചിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ജനം ഒരത്ഭുതമാകാൻ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2024 കരഞ്ഞതിന്, നിലവിളിച്ചതിന്, ഒറ്റപ്പെട്ടതിന് മറുപടി എന്നോണം ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ വെളിപ്പെടൽ 2025 സംഭവിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് ഞങ്ങൾ ആമേൻ പറയുന്നു. കർത്താവേ, എൻ്റെ ദൈവം അത് ചെയ്തല്ലോ, ദൈവം അത് ചെയ്യുന്നല്ലോ. യേശുവിൻ നാമത്തിൽ തന്നെ മനുഷ്യനിൽ ആശ്രയിക്കാതെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ 2025 നമുക്കൊരുങ്ങാം എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും 2025 നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.